ഗേറ്റുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം സ്വിങ്ങും സ്ലൈഡിങ് ഗേറ്റും അല്ലാതെ പിന്നെയുണ്ട് 4-5 ടൈപ്പോളം ഗേറ്റുകൾ. അതുപോലെ തന്നെ നമ്മൾ ഈ തരത്തിലുള്ള ഗേറ്റുകളെല്ലാം നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു. അതുപോലെ ഗേറ്റ് വരുന്ന മറ്റൊരു മെറ്റീരിയലാണ് HPL ഷീറ്റ് എന്ന് പറയും. ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള വീലുകളാണ് ഉപയോഗിക്കുന്നത്. സ്ലൈഡിങ് ഗേറ്റിൻ്റെയാണ്. സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റിന് ഉപയോഗിക്കുന്ന ഒരു 360 ഡിഗ്രി വർക്ക് ചെയ്യുന്ന വീലാണ്. ഇതുണ്ടോ? വെൽക്കം ബാക്ക്. അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ന്യൂടെക് മീഡിയ സൊല്യൂഷൻ. ഇന്ന് സാധാരണ നമ്മൾ കംപ്ലീറ്റ് സംസാരിക്കുന്ന കാര്യങ്ങൾ ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് ഗേറ്റ്, ഷട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, സെക്യൂരിറ്റി സിസ്റ്റംസ്. നമുക്ക് നമ്മുടെ തന്നെ ഒരു അവർ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്, നിയർ കരിമ്പൻകാല TMRൻ്റെ അടുത്തായിട്ട് ഉണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഗേറ്റുകൾ മാനുഫാക്ചർ ചെയ്യുകയും കൂടാതെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. ഓട്ടോമേഷൻ്റെ ഒരുപാട് കാര്യം ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഒത്തിരി കാര്യം സംസാരിച്ചിട്ടുണ്ട്. ഗേറ്റുകൾ വർക്ക് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് എൻ്റെ ഈ ചാനലിൽ കൂടെ. അപ്പം ഈ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഗേറ്റുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു ഗേറ്റിൻ്റെ സൈസ്, പില്ലർ ടു പില്ലർ സൈസ് എന്ന് പറഞ്ഞാൽ 12 അടിയാണ്. 12 അടി നീളവും 4.5 അടി പൊക്കമാണ് സൈസ്. അതുപോലെ തന്നെ 2 തരത്തിലുള്ള ഗേറ്റാണ് കോമൺലി നമ്മുടെ ഇവിടെ കണ്ടുവരുന്നത്. സ്വിങ് ടൈപ്പ് ഗേറ്റും, സ്വിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ 2 പാളി തുറക്കുന്ന ഗേറ്റും, സ്ലൈഡിങ് ടൈപ്പ് ഗേറ്റും. അപ്പം ഈ സ്വിങ് ടൈപ്പ് ഗേറ്റും സ്ലൈഡിങ് ടൈപ്പ് ഗേറ്റും നമ്മൾ വീട്ടിൽ വെച്ച് കഴിയുമ്പം കാലക്രമേണ കുറച്ച് നാൾ കഴിയുമ്പം സ്റ്റക്കാകാനുള്ള സാധ്യതയുണ്ട്, കൈകൊണ്ട് തള്ളി തുറക്കാതെ. ഇപ്പം ഞങ്ങളിപ്പം സ്ലൈഡിങ് ഗേറ്റ് എടുക്കുകയാണെങ്കിൽ 1 ടൺ 1000 kg വരെയുള്ള സ്ലൈഡിങ് ഗേറ്റ് ഞങ്ങൾ ഓട്ടോമാറ്റ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ലിങ്ക് യൂട്യൂബിലുണ്ട്, കയറി കാണുക. അതുപോലും വളരെ ഈസി ആയിട്ട് ഒരു കൊച്ചിന് കൈകൊണ്ട് തള്ളിയാൽ വർക്ക് ചെയ്യുന്ന രീതിയിൽ വർക്കാവാനുള്ള കാരണം അതിന് സ്പെഷ്യൽ ടൈപ്പായിട്ടുള്ള ബെയറിംഗ് വീലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബെയറിംഗ് വീലുകൾ സ്ലൈഡിങ് ടൈപ്പ് ആണെങ്കിൽ, സ്വിങ് ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ ഇഞ്ചസും സ്പെഷ്യൽ ടൈപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ സ്ലൈഡിങ്ങും സ്വിങ്ങും ഗേറ്റ് കൊടുക്കുമ്പം ചില സാഹചര്യത്തിൽ കാൽനട യാത്രക്കാർക്ക് വേണ്ടിയിട്ട് പെഡസ്ട്രിയൻ ഗേറ്റും കൊടുക്കാറുണ്ട്. പെഡസ്ട്രിയൻ ഗേറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 മീറ്റർ 3 അടി നീളവും 4.5 അടി പൊക്കമായിരിക്കും. ഇപ്പം അതിന് പാരലായിട്ട് നമ്മൾ സ്വിങ്ങോ സ്ലൈഡിങ്ങോ ഗേറ്റ് കൊടുക്കുമ്പം ഇപ്പോഴും നമ്മളൊരു ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്യുമ്പം ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു പെഡസ്ട്രിയൻ ഗേറ്റ് കൂടെ കൊടുത്താൽ നന്നായിരിക്കും. കാരണം ഇൻ കേസ് ഗേറ്റ് എന്തെങ്കിലും ഒരു അപാകത സംഭവിച്ചാൽ നമുക്ക് അകത്തേക്ക് കയറി വരാൻ പെഡസ്ട്രിയൻ ഗേറ്റ് ഉപകാരമായിരിക്കും. അപാകത സംഭവിക്കാമെന്ന് പറഞ്ഞാൽ അപാകത സംഭവിക്കുന്നൊന്നെങ്കിൽ പവർ ഫെയിലർ ആകുക, ആ സാഹചര്യത്തിൽ ഗേറ്റ് തുറക്കാൻ വന്നാൽ മാനുവലാക്കാൻ വേണ്ടിയിട്ട് വീടിനകത്ത് കയറിയേ പറ്റുള്ളൂ. അതാണ് അങ്ങനെ അപാകത പറയുന്നത്. അല്ലാതെ വേറെ തരത്തിലുള്ള അപാകത സംഭവിക്കില്ല. കാരണം ഇത് കറണ്ട് പോയാലും വർക്ക് ചെയ്യുന്ന രീതിയായിരിക്കും. കാരണം ഇൻവേർട്ടർ സപ്ലൈയിൽ വർക്ക് ചെയ്യും. കാരണം ഒരു 300 to 600 വാട്ട്സിക്കുള്ളിൽ കൺസപ്ഷൻ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞ മെയിൻ ഗേറ്റിൻ്റെ ഓട്ടോമേഷൻ്റെ കാര്യം പറയുന്നത്. അത് കൂടാതെ തന്നെ ഇപ്പോഴത്തെ വീടുകൾ 3 സെൻറ്റ് സ്ഥലത്തിനകത്തും 5 സെൻറ്റ് സ്ഥലത്തിനകത്തും ഒക്കെ കൺജസ്റ്റഡ് ആയിട്ട് വീടുകൾ വെക്കാറുണ്ട്. ആ സാഹചര്യത്തിൽ ഈ ഗേറ്റ് സ്വിങ്ങോ സ്ലൈഡിങ്ങോ ഒക്കെ വെച്ചാൽ നമുക്ക് സ്ഥല പരിമിതി, മുറ്റത്തിൻ്റെ പരിമിതി കാരണം ഇതൊരിക്കലും അടയ്ക്കാനോ തുറക്കാനോ ഓപ്പറേഷനോ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറിയല്ലേ പറ്റുള്ളൂ. ആ സാഹചര്യത്തിൽ ഞങ്ങളും ടെക്നോളജിയിൽ വളരെ അപ് ടു ഡേറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്വിങ്ങും സ്ലൈഡിങ് ഗേറ്റും അല്ലാതെ പിന്നെയുണ്ട് 4-5 ടൈപ്പോളം ഗേറ്റുകൾ. അത് ഓരോന്നോരോന്ന് ഞാൻ പറയുകയാണ്, കേട്ടോളൂ. അതിലൊന്ന് ടെലസ്കോപ്പിക് ഗേറ്റ് എന്ന് പറയും. ടെലസ്കോപ്പിക് ഗേറ്റ് എന്ന് പറഞ്ഞാൽ പില്ലർ ടു പില്ലർ 12 അടി ഉണ്ടെങ്കിൽ ഗേറ്റ് 2ആയിട്ട് മുറിയും. 6 അടി വെച്ചിട്ട് തുറക്കാനുള്ള ഉള്ളിലോട്ട് പോകേണ്ടത് 6 അടി മതിയായിരിക്കും. അപ്പോൾ 12 അടി സ്ലൈഡിങ് ഗേറ്റ് പോകേണ്ട സ്ഥലത്ത് 6 അടി മതിയായിരിക്കും. അതുപോലെ തന്നെ ക്യാൻഡിലിവർ ഗേറ്റ് ഉണ്ട്. ചില സാഹചര്യത്തിൽ നമുക്ക് ക്യാൻഡിലിവറിൻ്റെ ഗേറ്റിന് മറ്റൊരു പേരുണ്ട്, ട്രാക്കൽസ് ഗേറ്റ് എന്ന് പറയും. ട്രാക്ക് ഇല്ലാതെ ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് ട്രാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ഗേറ്റ് ഒരു മിഡിൽ പോർഷനിൽ ഒരു വെയിറ്റ് മൊത്തം ബെയർ ചെയ്ത് നിൽക്കുകയാണ്. ലെഫ്റ്റും റൈറ്റും ട്രാക്കില്ല, അതാണ് മതി. അതുപോലെ തന്നെ
സ്ലൈഡിങ് ഫോൾഡിംഗ് ഉണ്ട്. അപ്പോൾ ഗേറ്റ് സ്ലൈഡ് ചെയ്ത് പോകാനുള്ള മൂവ് ചെയ്യാനുള്ള സ്പേസ് കാണില്ല, അത് ഒടിഞ്ഞൊടിഞ്ഞ് പോകേണ്ടതായിട്ട് വരും. അതും ഈ തരത്തിലുള്ള ഗേറ്റുകളാണുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ തരത്തിലുള്ള ഗേറ്റുകളെല്ലാം നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളിപ്പം കണ്ടുകൊണ്ട് ഇരിക്കുന്നത് ഒരു ഗേറ്റ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡാണ്. അതിനകത്ത് നമ്മൾ 6 അടി പൊക്കവും 16 അടി നീളമുള്ള ഗേറ്റ് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കി കസ്റ്റമറുടെ താല്പര്യപ്രകാരം ഒരു ഡിസൈൻ അവർ തന്നു. അത് ഞങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കസ്റ്റമർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളതിനെ ഓട്ടോമാറ്റിക് ചെയ്യുകയാണ്. ഡെക്കൗഡ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ നമ്മൾ ഇതിനകത്ത് തിറക്കുകയാണ്. അതിനകത്തോട്ട് സ്ട്രക്ചർ ഉണ്ടാക്കിയതിനകത്തോട്ട് ഡെക്കൗഡ് നിറയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഗേറ്റ് മാത്രം ഉണ്ടാക്കിയാൽ പോരാ ഞങ്ങളുടെ സാഹചര്യം അനുസരിച്ച്. ഞങ്ങളിപ്പം ഈ പറഞ്ഞ സ്കിൽഡ് ആയിട്ടുള്ള ഫാബ്രിക്കേഷൻ വർക്കുകളാണല്ലോ, ഗേറ്റാണ് കൂടുതലും. ഞങ്ങൾ ഈ ഓട്ടോമേഷൻ സെക്ഷൻ ആയതുകൊണ്ട് ഇപ്പോൾ മതിലേ വെക്കാനുള്ള ഗ്രില്ലും ഉണ്ടാക്കുന്നുണ്ട്. ഗ്രില്ല് പലതരത്തിലുള്ള സൈസുണ്ട്. അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് ഞാൻ പറയാം നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട്. ഒരു 3 അടി നീളവും 1.5-2 അടി പൊക്കമാണ് സാധാരണ വരുന്ന ഗ്രില്ലിന്. അത് ഇൻ ബിറ്റ്വീൻ മതിലിൻ്റെ ഇടയ്ക്ക് 1x1 ആയിട്ട് കൊടുക്കാറാണ് പതിവ്. അത് ഈ പറഞ്ഞ ഗ്രില്ലും ഗേറ്റും സാധാരണ വരുന്നത് ഒരേ ഡിസൈൻ പാറ്റേൺ ആയിരിക്കും. അത് വീടിൻ്റെ മതിലിൻ്റെയും മോടി നല്ല രീതിയിൽ കൂട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഗേറ്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സ്ട്രക്ചർ ഉണ്ടാക്കിയതിന് ശേഷം ലേസർ കട്ടിങ് ഗേറ്റ് ഉണ്ടാക്കാം. കൂടെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ തന്നെ ചെയ്ത സാധനം ഫുള്ളി പൊട്ടിയിട്ട് അതിൻ്റെ അപ്പോക്സി പ്രൈമർ അടിച്ച് ഫുള്ള് ഫിനിഷ് ചെയ്ത് കൊടുക്കാറുണ്ട്. സാധാരണ 95% കാണുന്ന ഗേറ്റുകളുടെ കളറ് മാറ്റ് ബ്ലാക്ക് കളറായിരിക്കും. സാധാരണ വേറെ കളറൊന്നും ഉപയോഗിക്കാറില്ല, റെയർ കണ്ടീഷനുള്ളൂ. ഈ രീതിയിൽ നമ്മൾ ഗ്രില്ലുണ്ടാക്കുകയും ആ ഗേറ്റ് ഉണ്ടാക്കുകയും അതിലേക്ക് ഫൈനൽ പെയിൻറ്റ് വരെ നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്ത് സൈറ്റിലെത്തിക്കും. ഏറ്റവും നമ്മളെ അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അടുത്തെന്ന് പറയുമ്പം തിരുവല്ല, ചങ്ങനാശ്ശേരി, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുൻകുന്നം, എറണാകുളം ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് എത്തിപ്പെടാനുള്ള സൗകര്യം. കൂടുതൽ ദൂരമാണ് കസ്റ്റമർ വേണമെന്ന് താല്പര്യപ്പെടുകയാണെങ്കിൽ നമ്മൾ സൈറ്റിലെത്തിച്ചു കൊടുക്കുക. അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. അത് നാട്ടുനടപ്പനുസരിച്ചുള്ള കോസ്റ്റ് ആയിരിക്കും അതിനകത്ത് വരുന്നത്. അതുപോലെ ഗേറ്റേ വരുന്ന മറ്റൊരു മെറ്റീരിയലാണ് HPL ഷീറ്റ് എന്ന് പറയും. അതൊരു ചിരട്ട പോലിരിക്കുന്ന മെറ്റീരിയലാണ്. അത് 10 വർഷവും 15 വർഷമൊക്കെ അതിൻ്റെ സപ്ലയർ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പുറത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. 10 വർഷമോ 15 വർഷമോ ചൂടോ വെയിലോ മഴയോ തണുപ്പോ എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പം വരികയില്ല. അതും സമ്മിശ്രമായിട്ട് ഗേറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം 2, 3, 4 തരത്തിലുള്ള ഗേറ്റുകളുടെ കാര്യങ്ങളാണ് വരുന്നത്. ഇന്ന് ആക്സസ് നേരത്തെ മുന്നുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് പറയുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ഗേറ്റുകൾ ഈ ഒരിക്കലും സ്റ്റക്കാകരുത്, അല്ലെങ്കിൽ സ്റ്റക്കാകാൻ പാടില്ല. കാരണം എസ്പെഷ്യലി ഞങ്ങൾ ഓട്ടോമേഷൻ ആൾക്കാർ ആയതുകൊണ്ട് ഞങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടുള്ള വീലുകളാണ് ഉപയോഗിക്കുന്നത്. സൈഡ് ഗേറ്റിൻ്റെയാണ് ഇത്. ഡബിൾ സൈഡ് ബെയറിങ്ങുള്ള 3 ഇഞ്ച് വരുന്ന ഔട്ടർ സ്ഥലം വരുന്ന വീലാണ്. ഇത് സോളിഡ് ബാറലാണ് ഓടുന്നത്. അതാണ് ഗീലിൻ്റെ പ്രത്യേകത. എപ്പോഴും ഗേറ്റ് സോൾഡ് 20 mm സോളിഡ് ബാറയിൽ ഓടുന്നതിലായിരിക്കും സ്മൂത്ത്. കാരണം ഇതിൻ്റെ മേളിൽ നിന്ന് വരുന്ന ഗ്രാവിറ്റി ഡിവൈഡ് ചെയ്ത് പോകുന്നതിന് എപ്പോഴും പ്രതലം കൂടുതൽ ഉള്ളതായിരിക്കും നല്ലത്. എല്ലാ ആംഗിൾ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പോയിന്റിലേക്ക് അതിൻ്റെ വെയിറ്റ് ലോഡ് വരും. അതാണ് അതിൻ്റെ ഒരു സയൻറ്റിഫിക് വശം.
ഇതെന്ന് പറഞ്ഞാൽ സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റിന് ഉപയോഗിക്കുന്ന ഒരു 360 ഡിഗ്രി വർക്ക് ചെയ്യുന്ന വീലാണ്. ഇതുണ്ടോ, ഇത് എല്ലാം പല സ്ഥലത്ത് ബെയറിങ്ങാണ്. ഇവിടെ ബെയറിങ്ങാണ്, ഇവിടെ നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. ഇത് ബെയറിങ്ങാണ്, ഇത് റോഡയിലാണ് ഓടുന്നത്, ഇത് കറങ്ങാനുള്ള ബെയറിങ്ങാണ്. ഇത് ഈ വീലിൻ്റെ ഉപയോഗം സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റുകൾക്കാണ്. സ്ലൈഡിങ് ഫോൾഡിങ് ഗേറ്റുകൾ എന്ന് പറയുമ്പോൾ മടങ്ങി പോകുന്ന ഗേറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തരത്തിലുള്ള വീലുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ ഗേറ്റിനും അതിൻ്റെ മൂവ്മെൻറ്റിനും നല്ല ലൈഫ് കിട്ടും. ഒരിക്കലും ഇത് മാനുഫാക്ചറിങ് ഡിഫക്റ്റിൽ ഇതിനകത്ത് കുഴപ്പങ്ങളുണ്ടാകത്തില്ല. അതാണ് എൻ്റെ പ്രത്യേകത. അപ്പം ഞങ്ങളുടെ പ്രത്യേകത അതുതന്നെയാണ്. ഞങ്ങൾ വളരെ സസൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നമ്മൾ ഗേറ്റുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, താങ്ക് യു. ഈ തരത്തിലുള്ള വീഡിയോകൾ ഞങ്ങൾ റെഗുലറായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അതുപോലെ തന്നെ ഞങ്ങളെ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും ഞങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് സജഷനായിട്ട് ഞങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഞങ്ങൾക്കത് മനസ്സിലാക്കാനും കറക്റ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു.